കട്ടൻ ചായയും പരിപ്പുവടയുമെന്ന പേരിൽ പ്രചരിക്കുന്ന ആത്മകഥാ വിവാദത്തിൽ അതൃപ്തി അറിയിച്ച് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ. ഇത്തരത്തിലൊരു ബുക്ക് പ്രസിദ്ധീകരിക്കാൻ ആർക്കും കൊടുത്തിട്ടില്ലെന്നും പുറത്തുവരുന്നത് വ്യാജവാർത്തകളാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇ.പി. ഉദുമയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ബിസിനസ് താൽപര്യങ്ങൾക്കു വേണ്ടിയും പബ്ലിസിറ്റിക്കും വേണ്ടിയാണ് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം ചമച്ചെടുത്തത്. ഇതിൽ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് വ്യക്തമായ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാജ പ്രചരണത്തെ നിയമപരമായി നേരിടുമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിനായി DC ബുക്സും മാതൃഭൂമിയും ഉൾപ്പെടെ തന്നെ സമീപിച്ചിരുന്നു. അപ്പോൾ എഴുതി കഴിയട്ടെ എന്നാണ് താൻ മാതൃഭൂമിക്ക് മറുപടി നൽകിയത്. എന്നാൽ ഇപ്പോൾ കാണിച്ചത് തമ്മാടിത്തമാണെന്നും ധിക്കാരമാണെന്നും ഇ.പി. കൂട്ടിച്ചേർത്തു. ഞാനിങ്ങനെ ഒരാളെ എഴുതാനും പിന്നെ പ്രസിദ്ധീകരിക്കാൻ ഏൽപ്പിച്ചിട്ടുമില്ല. ഒരു DC ബുക്സുകാരും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. ഇത് എനിക്ക് തോന്നുന്നത് ഞാനിത് ഇത് ചെയ്യാൻ വേണ്ടി ടൈപ്പുകളിൽ എടുക്കാൻ വേണ്ടി കൊടുത്തിരുന്ന് വരുമ്പോൾ കുറച്ച് പേര് വാങ്ങി എന്ത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശക്തമായ നടപടി ചെയ്യും. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ കൊടുത്തത് തുറന്നു എന്നാണ് പറയുന്നത്. അല്ല, എവിടെയാണ് നോക്കണത്? എവിടെയാണെന്നുള്ളത് ഈ വന്നിരിക്കുന്ന എല്ലാം തെറ്റാണ്. ഇതൊന്നും ഞാൻ എഴുതിയ പുസ്തകത്തിലുള്ളതല്ല. എൻ്റെ പുസ്തകം അതേ അല്ല. അത് അവരുടെ എന്തോ ബിസിനസ് താല്പര്യത്തിന് വേണ്ടി എന്തോ എഴുതി വെച്ച് പ്രചരിപ്പിക്കുകയായിരുന്നു. അത് ഇന്ന് തന്നെ വരുന്നെടുത്തത് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി. പിന്നെ പത്രക്ക് ഉദ്ഘാടനം വെച്ചിരിക്കില്ല ആര്? അതിൽ തന്നെ ഇതിൻ്റെ കള്ളത്തരം വിട്ടല്ലേ. ഞാൻ എഴുതിയ പുസ്തകം ഞാൻ അറിയാതെ എന്തൊരു പ്രകാശനാണ്. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പേരിൽ കഴിഞ്ഞ ദിവസമാണ് DC ബുക്സ് ഇ.പി. ജയരാജന്റെ ആത്മകഥയുടേതെന്ന പേരിൽ കവർ ചിത്രം പുറത്തുവിട്ടത്. പി. സലീനെതിരെയും ജയരാജൻ ആത്മകഥയിൽ പറയുന്നതായി പുറത്തുവന്ന PDF-ലുണ്ട്. എന്നാൽ സംഭവത്തെ പൂർണ്ണമായും നിഷേധിച്ചാണ് ഇ.പി. ജയരാജൻ രംഗത്ത് വന്നത്. തന്റെ ആത്മകഥയിലേതെന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞ ഇ.പി. പുറത്തുവരുന്നത് വ്യാജവാർത്തകളാണെന്നും കവർ ചിത്രം പോലും തയ്യാറാക്കിയിട്ടില്ലെന്നും വ്യക്തമാക്കി. DC ബുക്സിന് ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല. ഞാൻ DC ബുക്സിന് എൻ്റെ കൈ പ്രസിദ്ധീകരിക്കാൻ DC ബുക്സ് ചോദിച്ചിട്ടുണ്ട്. മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് കമ്പനി മാതൃഭൂമി ചോദിച്ചിട്ടുണ്ട്. മാതൃഭൂമിയുടെ ശശി ഞാൻ തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ്. ശശി തന്നെ എൻ്റെ അടുക്ക വന്ന് അത് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം പുസ്തകം തയ്യാറാക്കട്ടെ എന്നിട്ട് പറയാം. പിന്നെന്താ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്നിപ്പോൾ അത്രയ്ക്ക് പ്രയാസം എൻ്റെ ബുക്ക് എന്ത് തെമ്മാടിത്താൻ കാണിക്കുന്നത്, എന്ത് ധിക്കാരമായി കാണിച്ചിരിക്കുന്നത് എൻ്റെ പേരിൽ. അതുകൊണ്ട് അതൊന്നും ആരെയും സമ്മതിക്കാൻ വേണ്ടി പോകുന്നില്ല. ഇ.പി.യുടെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവടയും പ്രസിദ്ധീകരണത്തിലെന്നായിരുന്നു DC ബുക്സിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. എന്നാൽ വിവാദങ്ങൾ കനത്തതോടെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നും പ്രകാശനം മാറ്റിവെച്ചെന്നും DC ബുക്സ് അറിയിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉദുമ.